ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും നമുക്ക് ഫ്രീ ആയിട്ടൊരു 40 മുതൽ നമുക്ക് ഒരു 100-200 വരെ കിട്ടുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമുക്ക് UPയിലേക്ക് ക്യാഷ് കിട്ടും. എനിക്ക് ഓൾറെഡി ക്യാഷ് കിട്ടിയ നല്ല ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇത് നമുക്കൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്ന മൊബൈൽ നമ്പർ ഉണ്ടാവില്ല, അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. ഓരോ മാസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് തരും. ഓക്കെ, അങ്ങനത്തെ അടിപൊളി ആപ്ലിക്കേഷനാണ്. കുറേ പേര് നല്ല രീതിക്ക് പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. പണ്ട് മുതലേ ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെന്യൂൻ ആപ്ലിക്കേഷനാണ്, പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്, തേർഡ് പാർട്ടി അല്ല, ധൈര്യമായിട്ട് യൂസ് ആക്കാം. എനിക്ക് കുറേ കിട്ടിയതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിലുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാത്ത വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ലൈക്കട്സ് മാത്രമേ വീഡിയോ റെക്കമെൻഡേഷൻ പോകുള്ളൂ. പിള്ളേരെ മാക്സിമം വീഡിയോക്ക് ലൈക്കറ്റ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നല്ല വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുമ്പോൾ വിഷൻ ഡിജിറ്റൽ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികർക്ക് അറിയായിരിക്കും ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. നമുക്ക് ആപ്പ് സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ അല്ല, ഓൺലി ഫോർ ആൻഡ്രോയിഡ് യൂസേഴ്സ്. ഓക്കെ, അപ്പോൾ ലിങ്ക് വേണ്ട ഒരു ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ആപ്ലിക്കേഷൻ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നേരം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വരിക. പ്ലേ സ്റ്റോറിന് ശേഷം ഇവിടുന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയ ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ സംഭവം പറയുമ്പോൾ ISO സർട്ടിഫൈഡ് ഒക്കെ ആണ്. ഇവിടെ കാണില്ലേ, ISO സർട്ടിഫൈഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും ടേംസ് ആൻഡ് കണ്ടീഷൻ. ഓക്കെ, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ മസ്റ്റായിട്ട് വായിച്ചിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡൗട്ട്, നിങ്ങൾക്ക് പേടിയും ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് പൈസ കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മൾ ഈ ഒരു ഡാറ്റ, ഓക്കെ, നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റ ആണ്. ഓക്കെ, ഡാറ്റ ഒരു കമ്പനിയിൽ ഷെയർ ചെയ്യുമ്പം അവരുടെ പ്രൊഡക്റ്റ് നമ്മുടെ മുമ്പ് കാണിക്കും. നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എനിക്കിപ്പോൾ ഒരു ഷർട്ട് വേണം. ഒരു ഷർട്ടിനെ കുറിച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതേ സെയിം കാര്യം, അതേ ഷർട്ടിൻ്റെ ഞാനിപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പരസ്യങ്ങൾ കാണില്ലേ. ഞാനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിൻ്റെ അടക്കും, അതുപോലെ നമുക്ക് ഫീഡിലൊക്കെ അടക്കം വരുന്നില്ല ഓരോ ഷർട്ടിൻ്റെ പരസ്യമൊക്കെ. ഓക്കെ, അത് ഈ ഗൂഗിളിൻ്റെ പരിപാടിയാണ്. ഈ ഗൂഗിൾ ഈ ഒരു മെറ്റ ഒരു കണക്ട് ചെയ്തിട്ട് ഡാറ്റ വേറൊരു കമ്പനീസിന് ഷെയർ ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് കാണിച്ചു തരുന്ന പരിപാടിയാണ്. ഓക്കെ, അതേ സെയിം പരിപാടിയാണ് ഇവരും ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനും വേറെ കമ്പനീൻ്റെ ഒരു ഡീലിംഗ് ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ സെർച്ച്, നമ്മൾ ഇൻട്രസ്റ്റ്, നമ്മളിപ്പോൾ ഷർട്ടിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ആ ഷർട്ട് റിലേറ്റഡ് കമ്പനീസിന് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഡാറ്റാസ് അവർ ഷെയർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷർട്ട്, ആ ഒരു കമ്പനീസിൻ്റെ ഷർട്ട് നമ്മൾക്ക് മുമ്പ് കാണിക്കും. നമുക്ക് ഇൻട്രസ്റ്റ് നമ്മൾ വാങ്ങിക്കും. അവർക്ക് ആ റവന്യൂ കിട്ടും. ഓക്കെ, അതിൻ്റെ ഒരു റവന്യൂ ബേസിലാണ് നമുക്ക് ഈ ഒരു ക്യാഷ് ഒരു മാസം തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് തട്ടിപ്പല്ലേ, അത് നിയമവിരുദ്ധമൊക്കെ എന്നല്ലേ. പക്ഷേ നമുക്ക് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അവർ നമ്മുടെ ഡാറ്റാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് മാത്രം നോക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് എന്തിനാണ് താല്പര്യം എന്നുള്ളത് മാത്രം നോക്കുന്നുള്ളൂ. ഓക്കെ, അത് നമുക്ക് ഒരു പ്രശ്നവുമില്ല, നമുക്ക് നല്ലതാണ് നമുക്ക് അതൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോണിൽ ഫോട്ടോസും വീഡിയോസും നിങ്ങൾ പ്രൈവറ്റ് ചാറ്റ്സും അങ്ങനത്തെ ഒന്നും പോലും അടിച്ചുകൊണ്ട് പോകുന്നില്ല. ഹാക്കിങ് പരിപാടി അങ്ങനൊന്നുമല്ല. ഞാൻ വർഷങ്ങളായിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതുവരെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നവുമില്ല. ഞാൻ ഇതുവരെ എൻ്റെ ഫോണിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആക്കിയിട്ടില്ല. ഓക്കെ, എനിക്ക് ഓരോ മാസം വെറുതെ 40 രൂപ അല്ലെങ്കിൽ 60 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പെർമിഷനുകൾ അലോ ചെയ്ത് വെക്കണം. ഇതിൻ്റെ പെർമിഷൻ വെച്ചിട്ട് ആകെ നമുക്ക് ലൊക്കേഷൻ്റെ പെർമിഷൻ മാത്രമേ കൊടുക്കേണ്ടുള്ളൂ. ഓക്കെ, ആ ഒരു ഏരിയത്തെ ആ ഒരു ഡാറ്റാസ് വെച്ചിട്ടാണ് ഇവർക്ക് ആ ഒരു ഏരിയത്തിലുള്ള പരസ്യവും അത് ഷോപ്പിൻ്റെ ഒക്കെ സംഭവം കാണുന്നില്ല പരസ്യമൊക്കെ. ഓക്കെ, അതൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലൊക്കേഷൻ നമ്മൾ അനേബിൾ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, എല്ലാപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ അനേബിൾ വെക്കുക. അനേബിൾ ചെയ്തിട്ട് നമുക്ക് 2 പേരുണ്ട്. നിങ്ങൾ ഫോൺ ആരെങ്കിലും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ വെച്ച് പിടിക്കാനും പറ്റും. അതുപോലെ നമുക്ക് ഇതിൽ നമുക്ക് റവന്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും ബാഡായിട്ട് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം. ഓക്കെ, എന്നെ വിശ്വസിച്ച് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തോ, അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ചു നോക്കി, നിങ്ങൾക്ക് ഓക്കെയാണ് മാത്രം ചെയ്താൽ ആരാളെയും നിർബന്ധിക്കുന്നില്ല. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഏറ്റവും ബെറ്റർ ആപ്ലിക്കേഷനാണ്. വെറുതെ ഇരുന്നിട്ട് ഓരോ മാസം ഫ്രീ ആയിട്ട് ക്യാഷ് തരുന്നു. ഓക്കെ, വെറുതെ ക്യാഷ് തരുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഒരു ഉദ്ദേശം എന്താണ് ഒരു കറക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരു മാസം ചെറിയൊരു പോക്കറ്റിന് വേണ്ടി ഇടുന്നുണ്ട്. ഒരു പെട്രോൾ അടിക്കാനാണെങ്കിൽ പോലും ഒരു ഉപകാരം, അല്ലെങ്കിൽ റീചാർജ് ചെയ്യാനാണെങ്കിൽ പോലും ഒരു ക്യാഷ് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓക്കെ ആണ്, അത് ടിക്ക് കൊടുക്കുക, ഐ അഗ്രി കൊടുക്കുക. ഒരു നോട്ടിഫിക്കേഷൻ സംഭവമാണ്. ഓക്കെ, നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് സംഭവം ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കൺസെൻറ്റോട് കൂടിയാണ് ഞാൻ ഈ പെർമിഷനൊക്കെ ഡാറ്റ ഷെയർ ചെയ്യുന്നവർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ കൺസെൻറ്റോടെയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ നിങ്ങൾ ടിക്ക് കൊടുക്കുക, ഐ അഗ്രി കൊടുക്കുക. ഓക്കെ, എല്ലാം വായിച്ച് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്താളാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, ഞാനിത് യൂസ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. താഴെ നേരെ മാർക്ക് കൊടുക്കുക. അവിടെ നമുക്ക് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്ന നേരം നമ്മുടെ ഫോണിൽ ഒരു OTP വരും. ആ OTP താഴെ കാണുന്ന ഒരു കോളയില്ല, ആ കോളത്തിൽ കൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് OTP നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ മൊബൈൽ നമ്പർ ബൈൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ OTP ടൈപ്പ് ചെയ്യുക, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ലൊക്കേഷൻ പെർമിഷൻ നിങ്ങൾ അനേബിൾ ചെയ്യാൻ ചോദിക്കും. ജസ്റ്റ് നിങ്ങളിത് അനേബിൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെറ്റിംഗ്സ് പോയിട്ട് ആ ഒരു ആക്സബിലിറ്റി ഉണ്ടാവും, ഒരു ആക്സബിലിറ്റി നിങ്ങൾ ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, അത്രയും ഒരു സംഭവമുള്ളൂ. വിഷൻ ഡിജിറ്റലിൻ്റെ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അവർ കാണിക്കേണ്ട. ഓക്കെ, ഷെയർ ചെയ്യേണ്ട, നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ചെറിയൊരു പെർമിഷനാണ്. ഓക്കെ, ആക്സബിലിറ്റി പെർമിഷൻ ആണ് ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ പെർമിഷൻ കൂടെ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് പെർമിഷൻ ഉണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, നമുക്ക് തവണ SMS മാത്രം, അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അല്ലാണ്ട് നിങ്ങൾ ഗാലറി കയറി ഒരു കളി കളിക്കൂല. ഓക്കെ, അങ്ങനത്തെ ചീപ്പ് പരിപാടി ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ കയറണമെങ്കിലേ അത് ഫുള്ളായിട്ട് അടിപൊളി ചെക്ക് ചെയ്യും. ഓക്കെ, എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു അൺസേഫുള്ള ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ ഉണ്ടാകത്തില്ല. തന്നെ അത് പെട്ടെന്ന് റിമൂവ് ആയിക്കളയും ഓട്ടോമാറ്റിക്. നിങ്ങൾക്ക് അറിയാലോ, പ്ലേ സ്റ്റോറിൻ്റെ കാര്യം എനിക്ക് അറിയാലോ. ഗൂഗിളൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എല്ലാം ആക്കിയിട്ട് മാത്രമാണ് ഇതിൽ കയറുള്ളൂ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ. ഓക്കെ, നമ്മൾ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കാം. നമ്മൾ ഏജ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഏജ് എന്ന് പറയുമ്പോൾ എൻ്റെ ഏജ് 20 നിങ്ങൾ ഏജ് കൊടുക്കുക. മെയിലാണ് മെയിൽ കൊടുക്കുക, ഫീമെയിലാണ് ഫീമെയിൽ, നിങ്ങൾ ജെൻഡർ കൊടുക്കുക. പിന്നെ നമുക്ക് എന്താ പറയുക, മെയിൻ വേജ് ഏണർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സെലക്ട് വൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്താ പഠിക്കുന്നത്, നിങ്ങളിത് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഗ്രാജുവേറ്റ് കൊടുക്കുക, ഡൺ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ശമ്പളം കൊടുക്കാൻ ഓണർഷിപ്പ് ചോദിക്കുന്നുണ്ട്. ഓണർഷിപ്പ് നിങ്ങളുടെ വീട് എന്തൊക്കെയുള്ളത് ചോദിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ, AC, അങ്ങനത്തെ എന്താ വെച്ചാൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ താഴെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വിഷൻ രജിസ്ട്രേഷൻ, താങ്ക് യു ഫോർ രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവം ഉള്ളൂ. ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ന്യൂ അലേർട്ട്. നമുക്ക് ഓരോ മാസവും, ഓക്കെ, ഇവിടെ കാണാൻ പറ്റും എവറി മന്ത് നമുക്ക് 50 രൂപ വെച്ച് കിട്ടും. ഓക്കെ, അതാണ് ഇവർ പറയുന്നത്. ഓക്കെ, 40 രൂപേന് ആദ്യം, ഇപ്പോൾ നമുക്ക് 50 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 40 രൂപ കുറയാണ്ട് എന്തായാലും കിട്ടും, ഉറപ്പായിട്ട് മിനിമം ഒരു 40 രൂപയിലും കിട്ടും. ഓക്കെ, ഈ ഒരു 50 രൂപ എന്നല്ല പറയുമ്പോൾ നിങ്ങൾ അടുത്ത മാസമൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ആപ്ലിക്കേഷൻ എല്ലാ പെർമിഷനും കറക്റ്റ് എല്ലാ മാസവും അണേബിൾ ചെയ്ത് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കൂടി വരുള്ളൂ. ഓക്കെ, ഈ 50 രൂപ ഉള്ളത് 100 ആവും, 150 ആവും. ഓക്കെ, മാക്സിമം 150, 200 കിട്ടിയിട്ടുള്ളൂ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഇവരെ നല്ലൊരു യൂസർ ആകുന്നതിൻ്റെ മാത്രമാണ് വലിയ എമൗണ്ട് ഒക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് 40 രൂപ 40 ഇങ്ങനെ കിട്ടും ഓരോ മാസം. ഓക്കെ, നമുക്ക് പേയ്മെൻറ്റ് തരാനുള്ള നമ്പർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണ് ക്യാഷ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ UPI ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടാവില്ലേ, എന്ന് വെച്ചാൽ നിങ്ങൾ പേടിഎമ്മിലും അല്ലെങ്കിൽ ഗൂഗിൾ പേയിലും ഫോൺ പേയിലേക്ക് കൊടുത്ത മൊബൈൽ നമ്പർ ഉണ്ടാവില്ലേ, ആ മൊബൈൽ നമ്പറിലേക്കാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ഗൂഗിൾ പേ, ഫോൺ പേയിലേക്ക് ക്യാഷ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ പേൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കഴിഞ്ഞു. ഓക്കെ, ഇനി ഒന്നും ചെയ്യില്ല. ഇനി നിങ്ങൾ ഫോണിലത്തെ ലൊക്കേഷൻ നിങ്ങൾ അനേബിൾ ആണോ നോക്കുക. അനേബിൾ ആണെങ്കിൽ ഇനി ഒന്നും ചെയ്യില്ല. ജസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്താളെ. എന്നിട്ട് നിങ്ങൾ ഫോണിൽ എന്ത് ചെയ്താലും ഒന്നുമില്ല. ഓക്കെ, ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ്, വീഡിയോസ്, പ്രൈവറ്റ് ചാറ്റ്സ്, അങ്ങനത്തെ ഓരോ ഡാറ്റാസ്, ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യില്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഇവർ പറഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ഓക്കെ, നമ്മൾ ഗൂഗിളിൽ ചെയ്യുന്നത് ഈ സെയിം പരിപാടി തന്നെ അവരും ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും എക്സ്ട്രാ അവർ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കൺസെൻറ്റോടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വിട്ട് കളയാം. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആപ്ലിക്കേഷനാണ്, എല്ലാവരും നല്ല ക്യാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിന് മികച്ച അടിപൊളി വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ.